ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ കണ്ടെത്തിയിരിക്കുകയാണ്. ഞാനാണ് കൂൾമ മാറ്റ്. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം, എല്ലാവർക്കും സന്തോഷമുള്ള കാലം. എല്ലാവർക്കും സന്തോഷമുണ്ടായിട്ടും കൂൾ മുഹമ്മദ് സങ്കടത്തിലാണ്. പണ്ട് ബാഹുബലി ചവിട്ടി കുഴിയിലാക്കിയതിന് ശേഷമാണല്ലോ ഓണം വന്നത്. പണ്ട് ആ പുള്ളി ചവിട്ടി താഴ്ത്തിയ പോലെ ഇപ്പൊ എന്നെ ചവിട്ടി താഴ്ത്തുന്നു എന്ന് എനിക്കൊരു സംശയം. കാരണം എനിക്ക് ഇത്രയും കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സഹോദരന്മാരുണ്ടായിട്ടും ആരും എന്നെ ഒരു ഓണസദ്യക്ക് വേണ്ടി വിളിച്ചില്ല. എനിക്കും ആഗ്രഹമുണ്ട് സദ്യ കഴിച്ച് ബോളിയും പായസവും എല്ലാം കൂട്ടിക്കടിച്ച് ആ മത്തിലൊന്ന് കിടന്നുറങ്ങാൻ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ മൂന്നുപേരെ ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. ഞാൻ ഇന്നേ വരെ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. എന്തിനേറെ പറയണം, അപ്പുറത്തെ വീട്ടിലെ താമരാശം പിള്ള കാക്കായും എന്റെ വാപ്പ അലിയാരും കൂടെ ഒരു ദിവസം സൈക്കിളിൽ വന്ന് കൂട്ടിയിടിച്ച് തറയെ വീണു. അന്ന് ഞാൻ ആദ്യമേ പോയി ഓടിയെടുത്തത് താമരാശം പിള്ള കാക്കായി. അയാളെ പിള്ളയ്ക്ക് ഒരു കോട്ടം പോലും തട്ടാതെ ഞാൻ താങ്ങി പിടിച്ചെടുത്തു. ഒരു പെണ്ണുങ്ങളെ പോലും ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല. എന്നിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പം മന്ദം പെരിച്ചാഴി നടന്നു പോകുന്ന പോലെ അയാൾ എന്നെ നോക്കി ചിരിച്ചോണ്ട് നടന്നു പോകും. എന്നാ ഓണം അയാൾക്ക് എൻ്റെ അടുത്തൊന്ന് പറയാം, മോനെ ഒരു നേരത്തെ സദ്യ വന്ന് കഴിച്ചു വന്നു. അയാളത് പറഞ്ഞില്ല. എല്ലാ മനുഷ്യന്റെ ശരീരത്തിലൂടെ ഓടുന്ന ചോരയ്ക്കും ചുമപ്പ് കളറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. എന്നെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ മനുഷ്യരെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു പബ്ലിക് ടോയ്ലറ്റിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയാൽ അറിയാതെ കാണും ഞാനൊന്ന് താഴോട്ട് നോക്കിയാൽ അതേപോലെ തന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നു എന്നെ താഴോട്ട് നോക്കും. വേറൊന്നും കൊണ്ടല്ല, അയൽവാസി പട്ടിണിയാണെങ്കിൽ സ്വന്തം വീട്ടിൽ ചോറ് വെക്കരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ ഞാൻ പെടുക്കുമ്പം മറ്റവനും പെടുക്കുന്നു എന്ന് നോക്കണ്ടേ. ഇത്രയും വിശാലമായിട്ടുള്ള മനസ്സുണ്ടായിട്ടും എന്നെ ഇതേവരെ ആരും ഒരു ഓണസദ്യക്ക് വിളിച്ചില്ല. എന്തിനേറെ പറയണം, എൻ്റെ ഇൻസ്റ്റഗ്രാം DM എടുത്തു കഴിഞ്ഞാൽ 25 പെണ്ണുങ്ങളെങ്കിലും അതിനകത്തുണ്ട്. ശ്രീലക്ഷ്മി S നായർ എന്നോ ഏഞ്ചൽ സെബാസ്റ്റ്യൻ എന്നോ ഷബാന ഷുക്കൂർ എന്നോ വേർതിരിവുകളില്ലാതെ എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ ഒരുപോലെ മാനേജ് ചെയ്തു. ഒരാൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ട് തന്നെ ഞാൻ ഫോർവേഡ് ചെയ്ത് എല്ലാ പെൺകുട്ടികൾക്കും അയച്ചു കൊടുത്തു. എന്തിനാ? അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാ. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് കൂൾ മുഹമ്മദ് ജീവിച്ചത്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിൽ വരെ പൊക്കി കാണിച്ചു. നീല കളർ നിക്കർ, അർജന്റീന ഫാൻസ് കുണ്ടും. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടും ആർക്കും എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന് തോന്നിയില്ല. ആരും എന്നെ ഓണസദ്യക്ക് വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേപ്പറും പിടിച്ചുകൊണ്ട് ഈ തെരുവിൽ കൂടെ എല്ലാം നടന്നു. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോയി ഞാൻ നിന്നു. സാറന്മാരെങ്കിലും വിളിക്കട്ടെ എന്ന്. മൈൻഡ് പോലും ചെയ്തില്ല. MK സിൽക്സിന്റെ ഫ്രണ്ടിലും കൊട്ടിയം ജംഗ്ഷനിലൂടെ എല്ലാം ഞാൻ കിടന്ന് കറങ്ങി. എന്തിന്, ഞാൻ കപ്പലണ്ടി വരെ വറുത്തു. എന്നിട്ടെങ്കിലും ഈ നോട്ടീസ് കണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് ഓണസദ്യക്ക് വിളിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആരും വിളിച്ചില്ല. അങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോയപ്പം ഒരു 2 നില വീട് കണ്ടു. പോരാത്തതിന് വീട്ടിന്റെ ഫ്രണ്ടിൽ BMW കാറും ഉണ്ട്. അങ്ങനെ പണക്കാരെ വീടാന്നും പറഞ്ഞ് ഞാൻ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് വരെ നോട്ടീസ് കാണിച്ചു. അവർ ഓടി വന്ന് ഗേറ്റ് അടച്ചു. എൻ്റെ കൂട്ടുകാരനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ വാമ്പയർ പൈലറ്റിന്റെ വീട്ടിൽ വരെ ഞാൻ പോയി നിന്ന് നോട്ടീസ് കാണിച്ചു. എന്നിട്ട് പോലും അവനും എന്നെ വിളിച്ചില്ല. ഒരു നേരത്തെ സദ്യ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ.